മനുഷ്യന് ഇപ്പോൾ കാറിനും വീടിനും അല്ലേ കൊതി അല്ലേ? എത്രയോ വീടാണ് കുഴിമാടം പോലെ കിടക്കുന്നത്. ആരും നാട്ടിലില്ലല്ല, ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയി അവർ പോയിരിക്കുകയല്ലേ. എന്തിനാണ് ആ വീട് വെച്ചത് അവർ? ആ വീട് വെച്ച കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ ആ അയൽവാസികളുടെ ഇടയിൽ ഒരു വില ഉണ്ടാകാനാണ്. ഈ മക്കളൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാവരും യൂറോപ്പിൽ വിടുന്നത് എന്താണ്? ഫസ്റ്റ് സംഭവം വീട് വെക്കാൻ തന്നെയല്ലേ? അതാണ് സംഭവം. കുറച്ച് കടം മാറാനും പിന്നെ അടുത്ത പരിപാടി എന്താണ്? വീട് വെപ്പ്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാർ മേടിക്കൽ. ഇതിൻ്റെ അകത്ത് മലയാളിക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മിനിമം സ്വപ്നത്തിലായി സാധനം വർക്കൗട്ട് ചെയ്ത് പോണത്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്ന കാരണം നാളെ കാലങ്ങളിൽ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കാരണം ആരുമില്ല. അപ്പനും അമ്മയും വീട് വെച്ച് അപ്പനും അമ്മയും ഉൾപ്പെടെ ഈ രാജ്യത്തില്ല. അതെല്ലാം വെറുതെ കിടക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒരു ക്യാമറ കണ്ടുപിടിച്ച കാരണം വലിയ അനുഗ്രഹമാണ്. 9 മീറ്ററും മതിലും കെട്ടി ക്യാമറയും വെച്ചിരിക്കുകയല്ലേ. അതിനകത്ത് പൂച്ച കയറിയാലും അവർ അമേരിക്ക ആയിരുന്നു, കാനഡ ആയിരുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പൂച്ച കയറിയത് നമ്മൾ അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഈ പൂച്ച ഇവിടുന്ന് വന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരിക്കും. മലയാളത്തിൽ വീട് വെച്ചിട്ട് ഇംഗ്ലീഷിൽ പൂച്ച വന്ന കാര്യം ചോദിച്ചു. വല്ല കഥയുണ്ട്. ഇങ്ങനെ പൊട്ടന്മാരുടെ ഒരു ലോകമായിട്ട് ഇങ്ങനെ മാറുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇത്രയും ഇപ്പോൾ 50 ലക്ഷത്തിനൊക്കെ ലോൺ എടുത്തിട്ടാണ് സംഭവം ചെയ്യണത്. ഇപ്പോൾ ഈ ആൾക്കാർ ജപ്തിയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ. ഇപ്പോൾ ചിലരോട് എനിക്ക് സംശയം തോന്നും, ഈ ജപ്തി എങ്ങനെ വന്നതാണ്? എന്തിന് മേടിച്ചതാണ്? ഇത് വീട് വെക്കാൻ മേടിച്ചതാണ്. എത്ര ലക്ഷം എടുത്ത്? 50 ലക്ഷം എടുത്ത്. 50 ലക്ഷത്തിൽ എന്ത് സംഭവിച്ച്? 50 ലക്ഷത്തിന് എടുത്തിട്ട് പിന്നെ എന്ത് കടം വന്നത്? അത് അപ്പോൾ ഭർത്താവിനും മകനും ജോലി ഉണ്ടായിരുന്നു. പിന്നെയാണ് കൊറോണ വന്നത്. അപ്പോൾ ജോലി പോയി, അപ്പോൾ കടമായി, ഇപ്പോൾ അത് വിൽക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ അത്തമ വികാരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്ന സാധനമില്ലേ, അതാണ് ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെക്കൊണ്ട് ദൈവം ആ സംഭവം ചെയ്യിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തെ അറിയാൻ കൊറോണ വരുമെന്നും ലോകം മുഴുവൻ അടച്ചിടുമെന്നും നിങ്ങൾക്കറിയത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് ദൈവത്തെ കക്ഷി ഇറക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നതല്ല. ഈ 50 ലക്ഷത്തിന് വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 80 ലക്ഷം പലിശ ഉൾപ്പെടെ ആക്കിയിരിക്കുന്ന ആൾക്കാർ വീട് വെച്ചപ്പോൾ തന്നെ അറിയാൻ, ദൈവത്തിന് അറിയാമായിരുന്നു കൊറോണ വരുമെന്ന്. ഇവർക്കറിയാൻ പാടില്ലായിരുന്നു കൊറോണ വരുമെന്ന്. അതുകൊണ്ട് അവരെന്നാ ചെയ്ത് വലിയ പലിശക്ക് വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീട് പലിശ കൂടി വീട് ഇവരെ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലായി. അതെന്താ പ്രശ്നം? പണ്ട് വീട്ടിലാണ് നമ്മൾ കിടന്നത്. ഇപ്പോൾ വീടിപ്പോൾ നമ്മുടെ പുറത്ത് കിടക്കുക. ഇത് ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് നമ്മുടെ പുറത്ത് കിടക്കത്തില്ലേ? ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് ഇപ്പോൾ തുർക്കിയിൽ എത്രയോ ആൾക്കാരുടെ മെത്താൻ വീട് കിടക്കണത്. അതുപോലെ തന്നെയാണ് ഈ മലയാളത്തിൽ കിടക്കണത്. ഒത്തിരി പേരുടെ പുറത്ത് വീട് കിടക്കുകയാണ്, ലോൺ എടുത്തതാണേ. ഇതാണ് റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതി. ദൈവത്തെ ഭയപ്പെട്ടില്ല. അയൽവാസിയുടെ മുമ്പിൽ ആൾ കളിക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇനി നിങ്ങളിപ്പോൾ വേറൊരു കാര്യം അറിയാമല്ലോ, ഈ വീടെല്ലാം വെപ്പിച്ചിരിക്കുന്നത് ആരാ? ഒന്നെങ്കിൽ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ ആണ് വീട് വെപ്പിച്ചിരിക്കുന്നത്. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പപ്പുനെ പോലെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനും കൂടെ പോയി എവിടെയെങ്കിലും പോയി. ഇന്നൊരു സാക്ഷി ഞാൻ കേട്ടു, ഒരു വീട് വെക്കാൻ നിവൃത്തിയില്ല. അപ്പം തന്നെ മകൻ വന്ന്, അമ്മേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന്. എന്താണ്? ഞാൻ ലോൺ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോൺ ശരിയാക്കണമെന്ന് പറയുമ്പോൾ ഇനി അവൻ്റെ പേരിൽ ആ വസ്തു, ഈ അമ്മ പൊട്ടിയല്ല, അവൻ്റെ പേരിൽ വസ്തു എഴുതി കൊടുക്കണമേ. അതാണ് വിഷയമേ. ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ അവൻ ശരിയാക്കിയെന്നല്ല പറയേണ്ടത്, അവനെല്ലാം ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണത്. എവിടുത്തെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പലിശ മേടിക്കുന്ന ചിട്ടി കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്നാണ് പറയണത്. അപ്പോൾ അമ്മ വിചാരിക്കും നല്ല കാര്യം, ലോൺ ശരിയാക്കിയില്ല. അപ്പോൾ ഈ ലോൺ ശരിയാക്കുമ്പോൾ ഈ ചിട്ടിക്കമ്പനിയുടെ പേരൊന്നും പറയണില്ല, അവരുടെ കേസ് കൊടുക്കും എനിക്കെതിരെ. ചിട്ടിക്കമ്പനിയിൽ ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ തന്നെ ഇനി ന്യൂട്രലായിട്ട് അടുത്ത സെക്ഷൻ എന്താണ്? ഇവൻ്റെ പേരിൽ വീട് സ്ഥലം എഴുതി കൊടുക്കണം. കുഴപ്പമില്ല. ആത്മവികാരം എന്നെ കണ്ടില്ലേ? വേറെ 3-4 പേരുണ്ടേ. ചേച്ചി ആ കെട്ടിച്ചൂടെ മക്കൾക്ക് പച്ചത് കൊടുത്തിട്ടില്ല. കെട്ടിച്ചൂടെ മക്കളെ സ്വലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് അപ്പനും അമ്മയും ഇന്നലെ നാളെ ഇത് വിറ്റ് കൊടുക്കുമെന്ന് ഇവനെ അറിയാം. അതുകൊണ്ടാണ് ഇവൻ ലോൺ ശരിയാക്കിയത്. ഇവൻ ശരിയാക്കിയത് ലോണല്ല, കെട്ടിച്ചൂട്ട പെങ്ങന്മാരാണ് ശരിയാക്കിയിരിക്കുന്നത്. അത് ഈ പാവപ്പെട്ട അമ്മക്കറിയാമോ? ഇതാണ് കളി, അധമ വികാരം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സഹോദരങ്ങളെ ചതിച്ചത് കൊണ്ട്, ഇപ്പോൾ സഹോദരങ്ങളെ ഓർത്തിട്ടൊരു പെണ്ണിനെ, ഒരു സഹോദരിയെ ദൈവം രക്ഷിച്ചിട്ടുണ്ടല്ലേ, ഇത് സഹോദരങ്ങളെ ചതിക്കുകയാണ് ചെയ്യണത്. സഹോദരനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പകളെ കണ്ടുപിടിച്ചിട്ട് ന്യൂട്രലായിട്ട് അപ്പനും അമ്മയും, ബുദ്ധിയില്ലാത്ത അപ്പനും അമ്മയും അകപ്പെടുത്തിയിട്ട് ഇവൻ വസ്തു സ്വന്തമാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇളയ മകനോ മൂത്ത മകനോ ഇത്രയും ഈ വസ്തുവിൻ്റെ മേൽ ഇത്രയും വലിയ ഹ്യൂജ് ലോൺ എടുക്കണം? എന്തിനാണ്? അവന് കല്യാണം കഴിക്കാനാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. 3 നിലയ്ക്കാണ് വെച്ചിരിക്കണത്. ഇപ്പോൾ നമ്മുടെ അംബാനിയുടെയൊക്കെ വീട് പോലെ ചില വീടുകളിലൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കണത്. എങ്ങനെ ഇവിടുന്ന് പോകുമല്ല. അപ്പോൾ ഇവിടെ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇറങ്ങുന്നതിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തന്നെ വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീട് വെച്ചിരിക്കുന്നത്. അത്രയും കരുതിക്കൂട്ടി അധമവികാരം തന്നെ വരെ കണ്ടില്ലേ? റോമ 10:9 ചില വീടിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളായിരിക്കണത്. ഇതാര് വെപ്പിച്ചതാ? ആ മൂത്ത മകനോ ഇളയ മകനോ? എന്താ അവൻ്റെ പ്രശ്നം? കല്യാണം കഴിക്കണം. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളുള്ള വീട് കണ്ട് കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോണ പെണ്ണെടുക്കുന്ന സ്ത്രീധനം അടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. അതാണ് വിഷയം. അതുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള ലോകാരൂപികളിലാണ് ഈ ഉദ്ദേശമെങ്കിൽ ഈ വെള്ളം വാങ്ങി വെക്കേണ്ടി വരും. കാര്യം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. എന്താണ്? അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? കണ്ടവൻ്റെ പെമ്മക്കളുടെ പെമ്മക്കളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് സ്ത്രീധനം അടിക്കാൻ വേണ്ടി നീ നിൻ്റെ വീട് സ്വന്തം പേര് എഴുതി മേടിച്ചിട്ട് വലിയ പലിശക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. അതാണ് പ്രശ്നം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വചനം പറയണത് എന്താണ്? ദൈവത്തെയും മറന്ന് ഒന്നും ചെയ്യരുത്.
അങ്ങനെ പാട്ടില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞുപോയോ. പൊന്നുകൊണ്ടേ ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ 1 ലൂക്ക 9:54 പറയുന്ന പോലെ അരൂപി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അത് അസാധുവായി പോകത്തില്ല. മറിച്ച് എന്താണ്, അത് ദുഷ്ടാരൂപിയായി നയിക്കപ്പെടും. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ജപ്തിയും വല്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജപ്തിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ചില ജപ്തിക്കാരെങ്കിലും അവരുടെ കുഴികൾ അവർക്ക് വേണ്ടി കുഴിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടാൻ, ലോകാരൂപിയാൽ നയിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെ പ്രത്യേകം പരിപാലിക്കണമേ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മരിയൻ കവനന്റ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി. അതാണ് സബ്ജക്റ്റ്. മരിയൻ കവനന്റ് ഫയർ ആകുന്നത്, മരിയൻ ഉടമ്പടി ഫയർ ആകുന്നത് മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. മരിയ സ്പിരിച്വാലിറ്റി ഒന്നാമത്തത് എന്താണ്? ലുക്ക 1:46. എന്താണ് ലുക്ക 1:44 പറയണത്? എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതാ പ്രശ്നം. ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? മഹത്വത്തിന് സമയം വരുമ്പോൾ ഓടിക്കളയരുത്. എങ്ങനെ ഓടിയാലും തിരിച്ചു വരേണ്ടി വരും. അതാണ് കാര്യം. ദൈവത്തിനല്ലേ പറ്റിച്ചിരിക്കണേ. അപ്പോൾ ആദ്യമേ തന്നെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറയുക. മരിയൻ ഉടമ്പടി ഫയർ ആകണത് അങ്ങനെയാണ്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയുക, ഈശോ ഞാൻ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. എവിടെയെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യമാണ്. ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പോൾ സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഇത്തിരി സീനിയർ ആയതിന് അവർക്ക് വിദേശ ജോലി കിട്ടണില്ല. അതിൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് അവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾഡ് ഏജ് ഹോംസ് എല്ലാം സന്ദർശിക്കുമ്പോൾ അവർക്ക് അവിടെ കൂടി ഇരുന്ന് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ഒക്കെ. ഇപ്പോൾ ഈ ഉടമ്പടി വന്നതോടുകൂടി ലോകം മുഴുവനും മാറുകയാണ് ശരിക്കും. സത്യസന്ധമായിട്ട് ഉടമ്പടി എടുത്തവർ. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരീക്ഷക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ആരാണ് ഉടമ്പടി എടുത്തത്? അമ്മയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, അമ്മ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന സംഭവമല്ല ഉടമ്പടി. കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടിയാണ്. അതാണ് ദൈവം ഹോണർ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഉടമ്പടി സത്യസന്ധമായിട്ട് എടുത്ത് ആദ്യം തന്നെ മരിയൻ കൃപയിലേക്ക് വന്നില്ലേ? ഇപ്പോൾ മരിയൻ കൃപയുടെ എന്തുകൊണ്ടാണ് ഉടമ്പടി ഫയർ ആകുന്ന രണ്ടാമത്തെ പൊസിഷൻ എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ ആനന്ദം എന്ന് പറയണത് ജോലി കിട്ടുന്നതിലല്ല ഇരിക്കണത്, IELTS പാസ്സാകുന്നതിലല്ല ഇരിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആനന്ദം ഇരിക്കണം. ഉടമ്പടിയുടെ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം ഇരിക്കണത് IELTS പാസ്സാകുന്നതിലും ജോലി കിട്ടുന്നതിലും വസ്തു വിൽക്കുന്നതിനുമല്ല. അതിന് സന്തോഷമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമാണ്. അതിൻ്റെ തന്നെ രക്ഷകനായ ദൈവത്തിലാണ്. അതായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കും. കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അവസരമല്ല, ക്ലേശങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാണ്. അതാണ് സന്തോഷത്തിൻ്റെ, ആധ്യാത്മിക സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. നടപടി 5:41. ശ്രുതിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പോസ്തലന്മാർ യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ അടി കിട്ടിയപ്പോൾ ഉണ്ടായ വചനമാണിത്. എന്താണ്? അവർക്ക് സന്തോഷം ഉണ്ടായത്, അല്ല സങ്കടവും അപമാനവും എന്നല്ല ഉണ്ടായത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി ഇപ്പോൾ പത്രം കൊടുക്കുമ്പോഴായാലും ശരി, ഇപ്പോൾ ഈ സിന്ധുമോൾ എന്താ ചെയ്തിരിക്കണത്? അവർ എല്ലാ അതിരാലയങ്ങളും അവിടെ ഉടുപ്പലക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വാരി കൊടുക്കും കൊണ്ടുവന്ന. അപ്പോൾ എന്താ ചെയ്യുമ്പോൾ അവർ ഭയങ്കര പ്രായമുള്ള 90, 50, 80 വയസ്സുള്ളവർ വന്നിട്ട് ഈ നേഴ്സിന് പറയും, എൻ്റെ നഖം ഒന്ന് വെട്ടി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നഖത്തിലൊക്കെ മുഴുവൻ അഴുക്കൊക്കെ കയറിയിരിക്കുകയല്ലേ.
അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില അറപ്പായിരിക്കും, പക്ഷേ അത് വെട്ടിക്കൊടുത്തപ്പോൾ ഒരു സന്തോഷം. അതെന്ത് സന്തോഷമാണ്? ആത്മസന്തോഷമാണ്. രക്ഷകനായ ദൈവത്തിൻ്റെ ആനന്ദമാണത്. ഒരു 10 അമ്മച്ചിമാരുടെ നഖം വെട്ടിക്കൊടുത്തപ്പോൾ ആത്മാവിനൊരു സന്തോഷം. ആ സന്തോഷമാണ് ഈ മരിയ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ലൂക്ക 1:46 പറയണത്. എൻ്റെ അന്തരംഗം പറഞ്ഞേ, എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഇതാണ് മരിയ സ്പിരിച്വാലിറ്റി. ഇതിലാണ് ഉടമ്പടി ഫയർ ആകുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവർത്തിക്കാൻ വേണ്ടി ആർക്കും പ്രവർത്തിക്കാൻ പറ്റും, പക്ഷേ സ്പിരിറ്റ് മരിയ സ്പിരിറ്റ് ആയിരിക്കണം. മരിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? രക്ഷകനിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ സന്തോഷം എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ. രക്ഷകനായ ദൈവം ആരാണ്? ഈശോയാണ്. ഈശോയിലാണ് ആനന്ദിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലേശം അനുഭവിക്കുമ്പോഴും അതിനുവേണ്ടി നിങ്ങൾ ഉപവി പ്രവർത്തനങ്ങളും അതുപോലെ രോഗി പരിചരണങ്ങളിലും അതുപോലെ നിങ്ങൾ ക്ലേശം അനുഭവിക്കുമ്പോഴും ആത്മാവിൽ ആനന്ദം അനുഭവിച്ചാൽ നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് കൈയിട്ടിച്ച് കർത്താവിനെ സന്തോഷിച്ചുകൊണ്ട് മുന്നേറുവാൻ, ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിച്ച് ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. കൊണ്ട് നിറയ്ക്കണമേ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരിക്കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമായി കൊണ്ട് നിറയ്ക്കണമേ.